എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഓപ്പോ A57 എന്ന് പറയുന്ന മോഡലാണ്. ഇതുപോലത്തെ ഒരു ബോക്സിലാണ് നമുക്ക് A57 ലഭിക്കുന്നത്. ഒരു സൈഡിൽ A57 എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സൈഡിൽ ഓപ്പോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പിറകിൽ കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കി വരുമ്പോൾ നമുക്കൊരു പേപ്പർ ബോക്സ് കാണാം. ഈ പേപ്പർ ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസാണ്, പിന്നെ ഒരു സിം ഇജക്ടർ ടൂള്, പിന്നെ കുറച്ച് പേപ്പർ വർക്കുകളാണ്, ഗൈഡ് ലൈൻ, യൂസർ ഗൈഡ്, സേഫ്റ്റി ഗൈഡ്, അങ്ങനെ കുറച്ച് പേപ്പേഴ്സാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ നമുക്ക് മാറ്റി വെക്കാം. ബോക്സിനോടൊപ്പം തന്നെ ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 33 വോൾട്ടിൻ്റെ ക്വിക്ക് ചാർജാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ഡാറ്റ കേബിൾ Type-C ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു മാറ്റ് ഫിനിഷാണ് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ്. 6.56 ഇഞ്ചിൻ്റെ ഒരു LCD HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇത് ഫുൾ HD അല്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വോളിയം ബ്രേക്കേഴ്സും സിം ട്രേയും കാണാം. ഇതിൻ്റെ താഴ് സൈഡിൽ Type-C ചാർജിങ് പോർട്ടും സ്പീക്കർ ഗ്രില്ലും ഓഡിയോ ജാക്കും കാണാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.56 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED അല്ല, LCD ആണ്. ഈ പ്രൈസിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ വരുന്ന ഫോൺസ് നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ Helio G35 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിലും നല്ല പ്രോസസ്സർ വരുന്ന ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിനകത്ത് 5000 mAh ബാറ്ററിയും, അത് ചാർജ് ചെയ്യാനായിട്ട് 33 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭ്യമാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 187 ഗ്രാമാണ്. തിക്നെസ് 7.99 mm ആണ്. ഇതിൽ IP54ൻ്റെ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇത് 2 വേരിയൻറ്റുകളിലാണ് നമുക്ക് ലഭിക്കുന്നത്. 3GB 64GB 4GB 64GB. ഇത് 14,000 രൂപയ്ക്ക് ഈ ഫോൺ അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിലും ഫീച്ചേഴ്സുള്ള ഫോണുകൾ നമുക്ക് 14,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ക്യാമറ വരുന്നത് റിയർ ക്യാമറ 13 മെഗാപിക്സലിൻ്റെയും ഒരു 2 മെഗാപിക്സലിൻ്റെയാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെയാണ്. ക്യാമറ നോക്കിയാലും 14,000 രൂപയ്ക്ക് ഇതിലും നല്ല ക്യാമറ ഫീച്ചേഴ്സുള്ള ഫോണുകൾ നമുക്ക് ലഭ്യമാണ്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൗണ്ട് മൗണ്ടഡ് ആയിട്ടാണ്. പവർ ബട്ടണിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.